Here we are talking about hope. അപ്പം hope വേണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ love and relationship, income, health and time. ഈ കാറ്റഗറി ഓഫ് സാധനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ if we need to manage all these things, we will not lose the hope. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു love and relationship. If we have a single point of contact to call if we have any issue with the previous, മുന്നേ പറഞ്ഞ ഏതിലെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ ഇത്രയും ഉണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. ഈ എല്ലാം വൈഫ്, ഹസ്ബൻഡ്, ചിൽഡ്രൻ, പാരന്റ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഇതെല്ലാം ഉണ്ടെങ്കിൽ, അല്ലെ ഇതിൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ they will not lose the hope. Okay, so it is make sure that you are having at least one point of contact to share your problems, your happiness, your whatever it may be. Okay, എന്താണെങ്കിലും എന്തും പറയാൻ പറ്റുന്ന ഒരാള് നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് റിസർവിൽ ഉണ്ടായിരിക്കണം, സൂക്ഷിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ദെൻ ഇൻകം ഈസ് ഒരു ഇല്ലാത്തൊരു പ്രശ്നമായിട്ട് വരികയാണ് ഇപ്പം, അല്ലേ? ഇൻകം എല്ലാവർക്കും ഉള്ള ഇൻകം 30% കട്ട് ഷോർട്ട് ചെയ്യുക, കമ്പനീസ് 50% കട്ട് ഷോർട്ട് ചെയ്യുക. കുറെ ആൾക്കാരൊക്കെ അങ്ങനെ ലേ ഓഫ് ചെയ്യുക, അടച്ചു പൂട്ടുക എന്നുള്ള ലെവലിൽ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? അവർക്ക് ഇൻകം ഇല്ലാണ്ടാവും. ഓക്കെ, ഈവൻ ഐ ഹാഡ് മെയ്ഡ് ഇപ്പോൾ ടെമ്പററി എനിക്കൊരു കാർ വാഷിന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു ഫോക്കസ് മാളിന്റെ താഴെ. 1.5 മാസം കോവിഡിന് ശേഷം ഓപ്പൺ ചെയ്ത ശേഷം 1.5 മാസം ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചു. പക്ഷെ 1.5 മാസം ഓപ്പൺ ചെയ്ത് പിന്നെ എനിക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി 5 എംപ്ലോയീസ് ഉള്ള സ്ഥലമാണ്. അവിടെ ഞാൻ റീ ഓപ്പൺ ചെയ്ത സമയത്ത് 2 എംപ്ലോയീസിനാക്കി. ഓക്കെ, പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് ഇപ്പം തീരെ ആളില്ല എന്ന് കണ്ടപ്പം, ഇവർക്ക് സാലറി കൊടുക്കാൻ കൂടി ബുദ്ധിമുട്ടാവുമെന്ന് കണ്ടപ്പം ഞാൻ അവരെയും റിമൂവ് ചെയ്തു, ക്ലോസ് ചെയ്യേണ്ടി വന്നു. എന്ത് സംഭവിച്ചേ? അവർക്ക് ജോലി നഷ്ടപ്പെട്ടു. പക്ഷെ ഐ ഹാഡ് ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ് അവർക്ക് വേറെ ജോലി റെഡിയാക്കി കൊടുക്കാൻ. ഞാൻ റെഡിയാക്കി കൊടുക്കുകയും ചെയ്തു. പക്ഷെ അവർ ആ ജോലിക്ക് പോയില്ല, അവർക്ക് ആ ജോലി പറ്റില്ല. അവർക്ക് നമ്മുടെ ഒരു ഹോട്ടലിൽ ക്ലീനിങ് സർവീസിലാണ് ജോലിയാക്കി കൊടുത്തത്. പക്ഷെ ഐ ട്രൈഡ്. പക്ഷെ എല്ലാവർക്കും വേറെ സ്ഥലത്ത് ജോലി ആക്കി കൊടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ മീൻസ്, ഇൻകം എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് വി വിൽ ലോസ് ഹോപ്പ്. ഇൻകം ഇല്ലാതായത് കൊണ്ട് നമ്മൾ ഹോപ്പ്, നമ്മുടെ പ്രതീക്ഷ കൈവിടേണ്ട കാര്യമില്ല. നിങ്ങൾ ജനിച്ചു വീഴുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. യു ഹാഡ് സർവൈവ്ഡ്, അല്ലേ? നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആദ്യം സർവൈവ് ചെയ്ത മാതിരി ആ ഒരു ലക്ഷറിയിൽ ചിലപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റുന്ന വരില്ല. നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട എന്താ കാര്യം? നമുക്ക് നമ്മളെ ഫുഡിന് പൈസ വേണം, അല്ലേ? എയർ, വാട്ടർ, ക്ലോത്ത്, അല്ലേ? ക്ലോത്ത് ഒരു 2 പെയർ ഓഫ് ഡ്രസ് ഉണ്ടെങ്കിലും വി ക്യാൻ ഏബിൾ ടു സർവൈവ്. ദെൻ ഷെൽട്ടർ. ഈ ഷെൽട്ടറും ഫുഡും ആണ് പിന്നെ കുറെ പേർക്ക് ഇഷ്യൂസ് വരുന്നത്, അല്ലേ? ആ കേസിൽ വാട്ട് വി വിൽ ഡു? അങ്ങനത്തെ കേസിൽ വി ഷുഡ് എങ്ങനെങ്കിലും അവർക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് അറിയണം, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. നമ്മളടുത്ത് ആരെങ്കിലും അങ്ങനെ നമ്മളൊരു സിംഗിൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആവുന്ന സമയത്ത് ഇൻകം ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഓക്കെ, നിങ്ങൾക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ചെയ്തുകൂടെ, അല്ലേ? സോ ദർ ഈസ് എൻ ഓപ്ഷൻ ടു ക്രിയേറ്റ് ഇൻകം. അത് നമുക്ക് ചിലർക്ക് അറിയാം, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എംപ്ലോയി ഈ ഇൻകം വരുന്ന 4 രീതിയിലാണ്, അല്ലേ? എംപ്ലോയി എന്ന രീതിയിലും, പിന്നെ സെൽഫ് എംപ്ലോയ് എന്ന രീതിയിലും, ബിഗ് ബിസിനസ് ഓണർ എന്ന രീതിയിലും, ഇൻവെസ്റ്റർ എന്ന രീതിയിലും, അല്ലേ? ഇൻകം കിട്ടുന്ന 4 രീതികളാണ്. ഒന്ന് നമ്മൾ ജോലി ചെയ്തിട്ടും, ഒന്ന് നമുക്ക് സെൽഫ് എംപ്ലോയ് എന്ന് പറയുന്നത് ഒരു ഡെന്റിസ്റ്റ് ഒരു സെൽഫ് എംപ്ലോയ് ആണ്, അല്ലേ? അവർക്കൊരു ക്ലിനിക്ക് ഇട്ടിട്ടുണ്ടാവും. അവർ ആ ക്ലിനിക്കിൽ അവർ തന്നെയായിരിക്കും ഓൺ ചെയ്യുന്നുണ്ടാവുക, അവർ തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അവർക്ക് അവിടുന്ന് ഏൺ ചെയ്ത് കിട്ടുന്ന ഇൻകം ആണ് അവരത്. അവർ തന്നെ സെൽഫ് എംപ്ലോയ് ചെയ്തിട്ട് അതിനൊരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഈവൻ ഇപ്പൊ കാർ വാഷ് എന്ന് പറയാം. ഇപ്പൊ കാർ വാഷില് കാറ് ഷോപ്പ് എന്റെ തന്നെയാണ്. ആ ഷോപ്പിൽ കാർ വാഷ് ചെയ്യുന്നത് ഞാൻ തന്നെയാണെങ്കിൽ ഐ ആം എ സെൽഫ് എംപ്ലോയ്. അതൊരു ബിസിനസ് ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. ബിഗ് ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത് വലിയ ബിസിനസ്സുകളുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സുള്ള ആൾക്കാരെ നമ്മൾ ബിഗ് ബിസിനസ്, ഒരു റിലയൻസ് ഒക്കെ സിസ്റ്റമൈസ്ഡ് ബിസിനസ് ഉള്ള ആൾക്കാരെ നമ്മൾ ബിഗ് ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത്. ആ ബിഗ് ബിസിനസ് ഓണേഴ്സ് തന്നെയായിരിക്കും
ഇൻവെസ്റ്റർ ആവുക. അപ്പം ഇൻകം എപ്പോഴും സ്റ്റേബിൾ ആവണമെങ്കിൽ എന്താവണം? നമ്മളൊരു ബിഗ് ബിസിനസ് ഓണർ ആവണം. ബിഗ് ബിസിനസ് ഓണർ ആകുമ്പം എന്താവും? അവരെ ബിസിനസ് എപ്പോഴും മൾട്ടിപ്പിൾ വേസ് ഓഫ് ഇൻകം അവർക്ക് ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ മറ്റൊരു ഇൻകം. അപ്പം എപ്പോഴും പറ്റുന്ന, എല്ലാവർക്കും പറ്റിയിരിക്കുന്ന ഫോൾട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും പ്ലാൻ എ മാത്രമേ ഉള്ളൂ, ഒരൊറ്റൊരു പ്ലാൻ ഉള്ളൂ. ഈ ഒരു ഇൻകം സോഴ്സ് കട്ടായി കഴിഞ്ഞാൽ ഇനി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻകത്തിനെ കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുന്നത് എപ്പോഴും ഒരു ഇൻകം കട്ടായി കഴിഞ്ഞാൽ വരാൻ പറ്റുന്ന മറ്റൊരു ഇൻകം സോഴ്സ് നമ്മൾ കണ്ടെത്തണം. അങ്ങനെയാകുമ്പം വലിയ ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ ഹെൽത്തിന്റെ കേസിൽ നമ്മൾ എന്താ നോക്കണ്ടേ? ഹെൽത്ത് ഇല്ലെങ്കിൽ കുറെ പേർക്ക് ജീവിക്കാനുള്ള ഹോപ്പ്. ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ ക്യാൻസറിനെ ഓവർകം ചെയ്യുന്ന റേഡിയേഷൻ കൊണ്ടോ അവരെ കൊടുക്കുന്ന മെഡിസിൻ കൊണ്ടൊന്നല്ല, അവരുടെ മനസ്സിന്റെ ശക്തി കൊണ്ടാണ്. ഒരു 90% അവർക്ക് ക്യൂർ ആവുന്നത്, അല്ലെ? ചിലർക്ക് റിക്കവർ ആവാൻ പറ്റുന്ന ക്യാൻസർ ആയിരിക്കും, പക്ഷെ അവർക്കൊരു ഹോപ്പും ഉണ്ടാവില്ല ഇനി മുന്നോട്ടേക്ക് വരും എന്നുള്ളത്. അങ്ങനെ ഹോപ്പ് ഇല്ലാണ്ടാവുന്ന സമയത്ത് എന്തൊക്കെ മെഡിസിൻ എടുത്തിട്ടും ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അവിടെയാണ് മൈൻഡ് പ്ലേസ് എ ബിഗ് റോൾ. ഹെൽത്ത് പ്രോപ്പർ ആകണമെങ്കിൽ mind should be proper, body should be proper, and spirit should be proper. If mind, body, and spirit is in balance, there will be proper health. If mind proper ആക്കാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ? We should have positive mental attitude. പിന്നെ എന്താ? educators. ഈ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് എപ്പോഴാണ് വരിക? പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് വെറുതെ വരുന്നില്ല. അവർ അസോസിയേഷൻ ഷുഡ് ബി പോസിറ്റീവ് പീപ്പിൾ, അല്ലേ? നല്ല ആൾക്കാരായിട്ടുള്ള അസോസിയേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം മാത്രമാണ് നമുക്ക് ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ? സെൽഫ് ഇവാലുവേഷൻ. നമ്മള് നാട്ടിലുള്ള ആൾക്കാരൊക്കെ കുറ്റം പറയുന്നതിന് പകരം ഒരു 5 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് എടുക്കണ്ട, 10 മിനിറ്റ് വേണം, എന്നാലും വേണ്ടിയില്ല, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും എടുത്തിട്ട് കണ്ണടച്ച് നിന്നിട്ട് ജസ്റ്റ് ഹാവ് എ തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നമ്മൾ ആരാണെന്ന്, നമ്മൾ എന്തൊക്കെയാ ചെയ്തത്, നമ്മൾ എന്തൊക്കെയായിരുന്നു മുന്നേ ചെയ്തത്, നമ്മൾ എപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, നമ്മൾ എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം എന്ന് പറയലുണ്ട്. നമുക്ക് ഇന്ന് കിട്ടിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയാ, പ്രപഞ്ചത്തിനോട് നന്ദി പറയാ. അതിനുശേഷം നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങളും ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് കിടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യു വിൽ ഹാവ് എ പ്ലസന്റ് മൈൻഡ്. നിങ്ങളിങ്ങനെ ഓരോ ദിവസം ക്ലിയർ ചെയ്ത് ക്ലെൻസിങ്. നമ്മൾ ഒരു സർഫേസ്, ഒരു നിലം തുടച്ച് ക്ലിയർ ചെയ്യുന്ന മാതിരി നമ്മൾ അത് ഇങ്ങനെ ഓരോ ദിവസം ഇൻട്രോസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ മനസ്സിനെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് ക്ലീൻ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരുന്ന മാതിരി. ഓക്കെ, നെക്സ്റ്റ് യോഗ ഒരു ഫിസിക്കൽ എക്സസൈസ് ആണ്. ബട്ട് ഇഫ് യു വാണ്ട് ടു ഡു മെഡിറ്റേഷൻ, നമ്മൾ മെഡിറ്റേഷൻ തേർഡായിട്ട് പറയുന്ന മെഡിറ്റേഷൻ. നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് പോകണമെങ്കിൽ ആദ്യം our ഫിസിക് പ്രോപ്പർ ആവണം. അപ്പം മെഡിറ്റേഷൻ വിൽ ഹെൽപ്സ് ഇൻ എ ഗുഡ് മൈൻഡ് സെറ്റ്. ഫോർ എ ഗുഡ് മൈൻഡ് സെറ്റ്, ഫോർ മെഡിറ്റേഷൻ ഈസ് റിക്വയർഡ്. ഫോർ എ പ്രോപ്പർ മെഡിറ്റേഷൻ, നമ്മുടെ പ്രോപ്പർ മെഡിറ്റേഷന്റെ ഒരു സെറ്റപ്പ് നമ്മളെ ശരീരത്തിന് ഉണ്ടാകണമെങ്കിൽ വി ഷുഡ് പ്രാക്ടീസ് യോഗ. ഓക്കെ, അതാണ് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യണം എന്നും കൂടി പറയുന്നതാണ്. ഇൻട്രോസ്പെക്ഷൻ വേണം, യോഗ എക്സസൈസ് ഷുഡ് ബി ദെയർ, മെഡിറ്റേഷൻ. ദെൻ എഡ്യൂക്കേറ്റ് റെസ്റ്റ്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് വേണം. പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് 12 മണിക്കൂർ കിടന്നുറങ്ങില്ല. ഓക്കെ, വി ഷുഡ് സ്ലീപ് മിനിമം 6, മാക്സിമം 8 hours. ഓക്കെ, സ്ലീപ് ഏർലി ആൻഡ് വേക്ക് അപ്പ് ഏർലി. ട്രൈ ടു ഡു ദാറ്റ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കേസില്ല, കുറച്ച് എഫേർട്ട്, മനസ്സിൽ അതിയായ ആഗ്രഹം വേണം എനിക്ക് അങ്ങനെ ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഹാപ്പൻ. പിന്നെ ഗോ ടു ബെഡ് ഓൺലി വെൻ യു വാണ്ട് ടു സ്ലീപ്, നോട്ട് ഫോർ മേക്കിംഗ് കോൾസ് ഓർ റീഡ് ബുക്ക് എക്സെട്ര. ബെഡ്റൂമിന്റെ അകത്തേക്ക് പോകുന്നത്, ഇപ്പൊ ചിലർക്ക് ഈ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള കേസ് വരുന്ന സമയത്ത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്ക് ഉറങ്ങാൻ വേണ്ട സമയത്ത് മാത്രം ബെഡ്റൂമിലേക്ക് പോവുക. അല്ലാത്ത സമയത്ത് അവർ ഹാളിലോ
സിറ്റ് ഔട്ടിലോ ഒക്കെ ഇരിക്കുക. ബെഡ്റൂമിലേക്ക് ബെഡിന്റെ അടുത്തേക്ക് പോകുന്ന ഉറങ്ങുന്ന സമയത്ത് മാത്രമായിരിക്കണം. നമുക്കൊരു ബുക്ക് വായിക്കണമെങ്കിൽ കിടക്കയിൽ പോയിരുന്ന് കിടന്ന് വായിക്കുക. ആരെങ്കിലും വിളിക്കണമെങ്കിൽ കിടക്കയിൽ കിടന്നിരുന്ന് കോൾ ചെയ്യുക. അങ്ങനത്തെ പരിപാടിക്കൊന്നും യു ഷുഡ് നോട്ട് യൂസ് ദാറ്റ്. ഓക്കെ, ദെൻ വി വിൽ കം ടു ബോഡി അല്ലേ. മൈൻഡ് ക്ലിയർ ആവണമെങ്കിൽ അല്ലേ, ഹെൽത്ത് ക്ലിയർ ആവണമെങ്കിൽ എന്താണ്, മൈൻഡും വേണം ബോഡിയും ക്ലിയർ ആവണം. ഓക്കെ, ബോഡി ടു ഹാവ് എ പ്രോപ്പർ ബോഡി ഡ്രിങ്ക് പ്യൂർ വാട്ടർ. നല്ല പ്യൂർ ആയിട്ടുള്ള വെള്ളം കുടിക്കണം. ഓക്കെ, വാട്ടർ ഷുഡ് കണ്ടെന്റ് ഓൾ ദ മിനറൽസ് അല്ലേ. നമ്മൾ വല്ലാതെ ബോയിൽ ചെയ്യാനും പാടില്ല, വല്ലാതെ ഫിൽട്ടർ ചെയ്യാനും പാടില്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി പ്യൂർ. അത് യു ഷുഡ് യൂസ് യുവർ ബ്രെയിൻ, യുവർ ടെക്നിക്സ് ടു ഹാവ് എ ക്ലീൻ പ്യൂർ വാട്ടർ. ബ്രീത്ത് പ്യൂർ എയർ. പ്യൂർ എയർ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒരുവിധം നല്ല സ്ഥലത്ത് ജീവിക്കണം. ഇത് നമ്മൾ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിൽ വി ഷുഡ് യൂസ് എയർ പ്യൂരിഫയേഴ്സ് അല്ലേ. there are air purifiers to have. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ ബെഡ്റൂമിലെങ്കിൽ എയർ പ്യൂരിഫയർ വെക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ വിചാരിക്കും ഡൽഹിയിൽ മാത്രമേ എയറിന്റെ ക്വാളിറ്റിയിൽ പ്രശ്നമുള്ളൂ. ഡൽഹിയിൽ മാത്രമല്ല, നമ്മള് ട്രാഫിക് എവിടെയുണ്ടോ, എവിടെയൊക്കെ വെഹിക്കിൾ ഉണ്ടോ, എവിടെയൊക്കെ ഫാക്ടറി ഉണ്ടോ, എവിടെയൊക്കെ കൃഷി ഉണ്ടോ, അവിടെയൊക്കെ എയർ പൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പം വി ഷുഡ് ഹാവ് ആൻ എയർ പ്യൂരിഫയർ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാ? നമ്മള് ഈ 12 മണിക്കൂറൊക്കെ ഉറങ്ങുന്നവര് എവിടെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്? ബെഡ്റൂമിന്റെ അകത്താണ്. അപ്പം they should have air purifier at that bedroom. Have nutritious diet. Nutritious diet is very much important. ഞാൻ എപ്പോഴും എൻ്റെ ഏത് ഇതിലും പറയുന്നതാണ് ന്യൂട്രീഷ്യസ് ഡയറ്റ്. മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഓർഗാനിക് പ്രൊഡക്റ്റ്. ഈ ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഡയറ്റ് നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാവും. ഇപ്പം പയറ് നല്ല പ്രോട്ടീൻ ഉള്ള സാധനമാണ്, എഗ്ഗ് നല്ല പ്രോട്ടീൻ ഉള്ള സാധനമാണ്, മിൽക്ക് നല്ല പ്രോട്ടീൻ ഉള്ള സാധനമാണ്. പക്ഷെ ഇതിനകത്തൊക്കെ പെസ്റ്റിസൈഡ്സും ഹോമിസൈഡ്സും കെമിക്കൽസും വരികയാണെങ്കിൽ നമുക്ക് തരുന്ന നല്ല ഒരു കാര്യത്തിനും കാട്ടും ഇറ്റ് വിൽ ഗിവ് ആസ് എ നെഗറ്റീവ് എഫക്ട്. അപ്പം മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഓർഗാനിക്കലി പ്രൊഡ്യൂസ്ഡ്. സോ ഓഫ് ചെയ്ത് വിത്ത് റൈറ്റ് പൊട്ടൻസി ഇൻ റൈറ്റ് ക്വാണ്ടിറ്റി. അതായത് പൊട്ടൻസി എന്ന് പറയുന്നത് ഇപ്പം മിൽക്ക് എന്ന് പറയുന്നത് അതിനകത്ത് പ്രോട്ടീൻ ഇറ്റ് ഈസ് ദർ. In egg also protein is there. അപ്പോൾ നമുക്ക് പ്രോട്ടീനാ വേണ്ടെങ്കിൽ ഇഫ് യു ആർ ടേക്കിംഗ് എഗ് അതിന്റെ പൊട്ടൻസി നോക്കണം അല്ലേ. നമ്മൾ എത്ര ഒരു 60 gram പ്രോട്ടീൻ കിട്ടണമെങ്കിൽ വി ഷുഡ് ടേക്ക് 11 glasses of water അല്ലെ, 11 glasses of milk അല്ലേ. അപ്പം പ്രോട്ടീന്റെ പൊട്ടൻസി അത്ര ഇൻടേക്ക് ചെയ്താൽ മാത്രം ആ പൊട്ടൻസി കിട്ടുള്ളൂ. അതിന്റെ കൂട്ടത്തിൽ എന്തും വരും, ഫാറ്റും വരും. ഓക്കെ, അപ്പം വി ഷുഡ്, അപ്പം പ്രോട്ടീൻ റിച്ച് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ മാത്രം റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുക്കേണ്ടി വരും. അപ്പം വി ഷുഡ് ബി സെലക്റ്റീവ് ഇൻ ദാറ്റ്. വി ഷുഡ് യൂസ് അവർ ബ്രെയിൻ ആൻഡ് നോളേജ് ഫോർ ദാറ്റ്. ഓക്കെ, പേഴ്സണൽ ഹൈജീൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് അല്ലേ. നമ്മളിപ്പോൾ പറയില്ലേ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകണം, ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യണം, ബാത്ത് ഡെയിലി, ദിവസം കുളിക്കുക. മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഹാവിംഗ് യുവർ ബാത്ത് ഓൺ ഡെയിലി ബേസിസ് ഇൻ ദ മോർണിംഗ് ഇറ്റ് സെൽഫ്. Immediately after wake up, if you can able to brush and if you can able to take the bath, means it is very well and good. Use wash clothes after the bath. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞ ഡ്രസ്സ് യൂസ് ചെയ്യുക. ഇന്നലെ അയച്ചിട്ട ഡ്രസ്സ് ഇന്നലെ രാത്രി ഇട്ടല്ലേ, അപ്പോൾ അതന്നെ ഇടുക. ആ ഒരു പരിപാടി യൂസ് ചെയ്യാതെ വാഷ് ചെയ്ത് വെച്ച ക്ലോത്ത് യൂസ് ചെയ്യുക. അതെന്നെ പഠിപ്പിക്കുക കുട്ടികളെ. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് യുവർ റൂം, കാർ ആൻഡ് ഗാഡ്ജറ്റ്സ്. നമ്മളെ മാത്രം ക്ലീൻ ചെയ്താൽ പോരാ. ഈവൻ ഇഫ് യു ആർ യൂസിങ് ദിസ് എന്താണ് കണ്ണട യൂസ് ചെയ്യേണ്ട, യു ഷുഡ് ക്ലീൻ ദിസ്. ഇഫ് യു ആർ യൂസിങ് മൊബൈൽ യു ഷുഡ് ക്ലീൻ ദിസ്. ഇതിനകത്തൊക്കെ പ്രശ്നമാണ്. അപ്പം യു ഷുഡ് ഹാവ് എ പ്രോപ്പർ ഹൈജീൻ. ദെൻ ക്ലീൻ ആൻഡ് സാനിറ്റൈസ്. ബോഡി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വി കൻ ഓൾസോ ഇൻക്ലൂഡ്, വി കനോട്ട് അവോയ്ഡ് ദിസ് പാർട്ട് ടു. It is a biological need. Please don't underestimate that. It is a biological need. So we should respect that. We should also give space for that. It is also a vital part in human life. Should have the knowledge that our life force is our sexual vital fluid. നമ്മുടെ ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത് സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡ് ആണ് നമ്മുടെ ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈം റെഫർ ടു ആസ്, നമ്മൾ പിന്നെ പറഞ്ഞ ടൈം അല്ലേ. നമ്മള്
if we can able to manage the time in a very proper way means നമുക്ക് നമ്മുടെ സമയത്തിന് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലോ നമ്മളിലുള്ള ഹോപ്പ് നഷ്ടപ്പെടില്ല. നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ വളരെ ഒരു എന്താ പറയാ തീരെ വിലയില്ലാത്തൊരു സാധനമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും നമുക്ക് നാശം സംഭവിക്കാം. I had experienced it. എനിക്ക് കിട്ടുന്ന ടൈം ഞാൻ ഒരു വലിയ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ I will be free. അപ്പം എൻ്റെ I have 10+ managers to take care of all the things. But free time I used to if it is relaxment means അത് എൻ്റെ തന്നെ നാശത്തിന് കാരണമാവും. I had experienced it. അപ്പം നമുക്ക് ആ ടൈം if there are managers for all the things to take care, but our time period we should use that time in a very fruitful manner. If we are not using that time in a very fruitful manner means ആ സമയം തന്നെ നമുക്ക് തിരിച്ചടി തരും. We can able to manage our time in a very fruitful manner means we will not lose the hope. We will succeed. We will see the success. ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള റിസോഴ്സ് വെച്ച് നിങ്ങളുടെ കയ്യിൽ എന്ത് റിസോഴ്സ് ആണ് ഉള്ളത് ആ റിസോഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ആലോചിക്കുക ഈ സമയത്തിനെ എനിക്ക് എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചിട്ട് അത് മാത്രം ചെയ്താലും മതി. ഇനി തിന്നാൻ കിട്ടിയില്ലെങ്കിലും വെള്ളം കുടിക്കാൻ കിട്ടിയില്ലെങ്കിലും ജസ്റ്റ് ആലോചിക്കുക ഇപ്പൊ എൻ്റെ കയ്യിൽ ഉള്ളത് ആകെ സമയമാണ്, ഈ സമയത്തിന് എനിക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കാനുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ വിൻ ദ മാച്ച്. Time referred to as kala. Kala also means black color. അല്ലെ, കാല എന്ന് പറയുന്ന ടൈം എന്താണ്? ടൈം is refers to as kala. കാലം. കാലം എന്ന് പറയുന്നത് കാല എന്ന് സാൻസ്ക്രിറ്റ് വരുന്ന രണ്ട് അർത്ഥമുണ്ട്. എന്തൊക്കെയാണ്? ബ്ലാക്ക് കളർ എന്നൊരു അർത്ഥമുണ്ട്, യമൻ എന്നൊരു അർത്ഥമുണ്ട്, സമയം എന്നുള്ള അർത്ഥമുണ്ട് അല്ലെ. you can see only the object that stops light. ഈ സ്പേസ് ഇല്ലേ, സ്പേസ് ശുദ്ധശൂന്യം എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ്, ബ്ലാക്ക് കളർ. അപ്പം ഈ ശുദ്ധശൂന്യം ബ്ലാക്ക് കളറാന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവിടെ ഒന്നും ഇല്ല എന്നല്ല. there is something but we can able to see it. നമുക്ക് എന്താ കാണാൻ പറ്റുക? ഏതെങ്കിലും ഒരു വസ്തു ആ ലൈറ്റ് ഇങ്ങനെ വരുമ്പോൾ ലൈറ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന വസ്തു ആണെങ്കിൽ മാത്രം നമുക്ക് എന്താവും, അതിന്റെ റിഫ്ലക്ഷൻ കൊണ്ട് നമുക്ക് ആ വസ്തുവിനെ കാണാൻ പറ്റും. ഒരു ലൈറ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത വസ്തുവാണ് നമുക്ക് ആ വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Space is kala, space is time, space is universe. Universe is the almighty. If you can manage the time in a very good manner, then you can manage the whole life in a good manner. അതായത് യൂണിവേഴ്സ് ആണല്ലോ എല്ലാം. ടൈം ഈസ് കാല, കാല ഈസ് യൂണിവേഴ്സ്. if we can use the time in a very well manner means we are utilizing the almighty, the universe neയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്. if we can able to respect the almighty, if we respect the universe, everything will come in place. Plan your day in a well manner with the limited resources that you have. The rest of things for you will be done to you by that time. സമയം നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നോളൂ. ഓക്കെ, നെക്സ്റ്റ് തിങ് നാച്ചുർ, ബാക്ക് ടു നാച്ചുർ അല്ലെ. അതെന്നെയാ പറയുന്നത്, ടൈം തന്നെയാണ് നാച്ചുറും, ടൈം തന്നെയാണ് യൂണിവേഴ്സ്. അപ്പൊ യൂണിവേഴ്സ് തന്നെയാണ് നാച്ചുറും. ബാക്ക് ടു നാച്ചുർ അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പൊ ബാക്ക് ടു നേച്ചർ എന്ന് പറയുമ്പോൾ വി ആർ യൂസിങ് ദ റിസോഴ്സ് ഓഫ് അവർ ഫ്യൂച്ചർ ജനറേഷൻ. നമ്മൾ ഗാന്ധിജി പറഞ്ഞ ഒരു വേർഡിംഗ് ആണത്. അതായത് നമ്മളിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന ജനറേഷൻ്റെ അടുത്ത് കട എടുത്തതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം, നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് നാച്ചുറൽ റിസോഴ്സ്, എയർ ആയാലും ശരി, എന്തായാലും ശരി, നമ്മള് ഫ്യൂച്ചർ ജനറേഷൻ്റെ അടുത്ത് കടം എടുത്ത സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സാധനം പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക. യൂസ് വാട്ടർ ആൻഡ് ഓൾ അതർ റിസോഴ്സസ് കോൺഷ്യസ്ലി. നമുക്ക് വെള്ളപ്പൊക്കം എന്താണെന്നറിയാം, നമുക്കാണ് ഏറ്റവും കൂടുതൽ ഈ നമ്മൾ കർണാടകയും ആന്ധ്രാപ്രദേശും തമിഴ്നാടും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിന് തീരെ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലം കേരളമാണ്. അപ്പം നമ്മുടെ കേരളത്തിലെ ആൾക്കാര് ഈ വെള്ളം യൂസ് ചെയ്യുമ്പോൾ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ യൂസ് ചെയ്യുക, ഒരു വില ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ വില കാണിക്കാൻ വേണ്ടിട്ട് എനിക്ക് ഇതൊന്നും പോരാ, എനിക്ക് കുറച്ചും കൂടി ഞാൻ തരാന്ന് പറഞ്ഞിട്ടാണ് പടച്ചോൻ തരല്.
ഇതാ പിടിച്ചോ, കുറച്ചും കൂടി പിടിച്ചോ, കുറച്ച് തോനെ തരും, തലയിൽ മുങ്ങുന്നത്ര തരും. അപ്പം അതൊക്കെ എന്തിനാ തരുന്നതെന്ന് വെച്ചാൽ എന്നിട്ടെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സ്മോൾ സ്റ്റാർട്ട് ടു ഓൺ കൾട്ടിവേഷൻ ഫോർ യുവർ ബേസിക് ഫുഡ്. ഞാൻ ഇതുവരെ ചെയ്തു തുടങ്ങിയിട്ടില്ല, ഞാനൊരു ചീര നട്ടിട്ടുള്ളൂ. എന്നാലും അറ്റ്ലീസ്റ്റ് ആ ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും എടുക്കുക. എന്ത്, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി വിൽ സ്റ്റാർട്ട് അറ്റ്ലീസ്റ്റ് എ സ്മോൾ സ്റ്റെപ്പ്. ഐ ഹാവ് ഡൺ എ സ്മോൾ, വെരി സ്മോൾ സ്റ്റെപ്പ്. എന്ത്, എന്താണ് പ്ലാന്റഡ് ചീര ആൻഡ് പിന്നെന്താണ് ഒരു 2-3 മാവിന്റെ തൈ. അറ്റ്ലീസ്റ്റ് ഒരു ഇയറിൽ ഒരു 5-10 മാവിന്റെ തൈയോ പ്ലാവിന്റെ തൈയെങ്കിലും നടാനുള്ള പരിപാടി എടുക്കുക. ഒന്നുമില്ല, മാങ്ങ ജനുവരിയിൽ മാർച്ചിൽ ഒക്കെ കിട്ടുന്ന മാങ്ങയുടെ അണ്ടി ഓരോ സ്ഥലത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ വലിച്ചെറിയുന്നതിന് പകരം ഒന്ന് സേഫ് നമ്മൾ ഒരു 5 minutes or 2 minutes എടുത്തിട്ട് ഒന്ന് മര്യാദയ്ക്ക് പ്രോപ്പർ ആയിട്ട് എവിടെ ഒന്ന് പ്ലേസ് ചെയ്താൽ മതി. നാച്ചർ ഈസ് ഓൾ റെഡിലി അവൈലബിൾ വിത്ത് ഓൾ ബേസിക് നീഡ്സ് സച്ച് ആസ് എയർ, വാട്ടർ, ഫുഡ്, ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ. നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്താ? എയർ, വാട്ടർ, ഫുഡ്, ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ. എവറിത്തിങ് ഇസ് ദർ ഇൻ ദ നാച്ചർ അല്ലേ? നാച്ചർ ഇപ്പൊ നമുക്ക് എന്ത് വേണ്ട സാധനമാണെങ്കിലും അത് പെട്ടെന്ന് പൊട്ടി മുളച്ചുണ്ടാവുന്നൊന്നല്ല അല്ലേ? ഇറ്റ് ഈസ് ജസ്റ്റ് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ മുന്നിൽ വന്ന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നൊന്നല്ല. അത് നമുക്കിപ്പം ഒരു 50 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 1000 രൂപയുടെ ആവശ്യമുണ്ടെങ്കിലും അത് ആരൊക്കെയോ പോക്കറ്റിലുണ്ട്, അത് നമ്മുടെ പോക്കറ്റിൽ ഇല്ല എന്നുള്ളൂ. നമ്മുടെ പോക്കറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് വേറെ ആരോ പോക്കറ്റിൽ നിന്ന് വന്നതാണ്. അതിന്റെ അർത്ഥം എന്താണെങ്കിലും യൂണിവേഴ്സിൽ എല്ലാ സാധനവും ഉണ്ട്. നമ്മൾ കറക്റ്റ് ആകുമ്പോൾ നമ്മളെ പോക്കറ്റിലേക്ക് അത് വരും. ഇപ്പം അംബാനിയുടെ പോക്കറ്റിൽ എന്തെന്ന് വെച്ചാൽ he has such a frequency to observe all the money to him. ഓക്കെ, അതേമാതിരി നമ്മൾ യൂണിവേഴ്സിൽ എല്ലാ സാധനവും ഉണ്ട്, അത് പലയിടത്താണ് ഉള്ളത്. അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഫ്രീക്വൻസി ആയിട്ട് ട്യൂൺ ആകുമ്പോൾ നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ. അതായത് നമുക്ക് എന്ത് നല്ലത് സംഭവിച്ചാലും അതിന് കാരണക്കാരൻ നമ്മളാണ്, നമുക്ക് എന്ത് മോശം സംഭവിച്ചാലും അതിന് കാരണക്കാരൻ നമ്മളാണ്. ഓക്കെ, ഡോണ്ട് ബ്ലെയിം അതേഴ്സ്. എന്ത് നല്ലത് സംഭവിച്ചാലും അത് നമ്മൾ റെസ്പോൺസിബിൾ. വി ആർ റെസ്പോൺസിബിൾ. If anything bad has happened, we are responsible. Our day start with some products. Make sure that we are using nature friendly products. നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്തായിരിക്കും അല്ലേ? ഫസ്റ്റ് തന്നെ പല്ല് വെച്ചിട്ട് ബ്രഷ് ചെയ്തിട്ട് പുറത്തേക്ക് തുപ്പും അല്ലേ? അപ്പൊ ആ തുപ്പുന്ന സാധനം നാച്ചറിന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ആവരുത്. നമ്മൾ കുളിക്കുന്ന സോപ്പ്, നമ്മൾ വാഷ് ചെയ്യുന്ന, നിലം ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ്സ് അല്ലേ, ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ലൈസോള്, ബ്ലാക്ക് കളർ ഫെനോയിൽ, അതൊക്കെ നമ്മൾ നിലം തുടച്ചിട്ട് ആ വെള്ളം എടുത്ത് ചെടീനെ മെട്ട വെച്ചാൽ എന്താവും? ചെടി ഉണ്ടാവുമോ? ചെടി ഇല്ലാന്നാകുമ്പോൾ നമ്മൾ നാച്ചുറിന് നല്ലതാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും അങ്ങനത്തെ നല്ല പ്രൊഡക്റ്റ് ആണെന്ന് മേക്ക് ഷുവർ ദാറ്റ്. ഓക്കെ. പിന്നെ പ്ലാസ്റ്റിക്, എല്ലാവരും പറയും പ്ലാസ്റ്റിക് ഇസ് എ വെരി ബാഡ് തിങ്. പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നടക്കുമോ? ഒരുപാട് കാര്യങ്ങൾ നടക്കില്ല അല്ലേ? എന്തൊക്കെ കണ്ടെയ്നേഴ്സ് ആണ് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത്? പ്ലാസ്റ്റിക് ഇസ് എ ഗുഡ് തിങ്, ബട്ട് വി ഷുഡ് നോ ഹൗ ടു മാനേജ് ഇറ്റ് ഇൻ എ വെരി പ്രോപ്പർ മാനർ. നമ്മൾ തോന്നിയാസം കാണിച്ചിട്ട് അത് എന്താ ചെയ്യുക, അത് അവിടെ ഇവിടെയും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നൊക്കെ ചെയ്യുമ്പോഴാണ് നാച്ചുറിന് ഡിഫക്റ്റ് ഉണ്ടാവുന്നത്. If we have the knowledge to create the plastic, we also should have the knowledge to manage it. Okay, anyway, I hope you will. ഇതിനകത്ത് ഹോപ്പ് എങ്ങനെ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? ഹോപ്പ് എങ്ങനെ കിട്ടും എന്നുള്ളത്. നമുക്ക് ഇതിന് എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മളെ കയ്യിലുള്ള കാര്യങ്ങളാണ്. ലവ് ആൻഡ് റിലേഷൻഷിപ്പ് ഇസ് വിത്ത് അസ്. ഇൻകം ക്രിയേറ്റ് ചെയ്യണോ വേണ്ടിയോ, എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് സമയം എടുത്ത് ചിന്തിക്കാൻ പറ്റും. ഇങ്ങനെ വി ക്യാൻ ഏബിൾ ടു ഡു ഇറ്റ്. എവറിത്തിങ് ഇസ് ദർ ഇൻ ദ യൂണിവേഴ്സ്. യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, ഗിവ് ദ ടൈം ഫോർ ഇറ്റ്. ആൻഡ് health is also in our hand. If we have proper mindset, if we have proper food, if we have proper meditation, we can able to create a good health. ടൈം ആണ് ഇത് ഒന്നും ഇല്ലാത്ത ആളടുത്ത് ഇഷ്ടംമാരി ഉള്ളത്. എന്ത്, പൈസ ഇല്ലെങ്കിലും ഹെൽത്ത് ഇല്ലെങ്കിലും ഇനി റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലെങ്കിലും നമ്മളെ കയ്യിലുള്ളത് സമയമാണ്, ഇപ്പോഴുള്ള സെക്കൻഡാണ്. ഇഫ് യു നോ, if you have the knowledge to manage it, utilize it, you will win the match. Okay, so okay, thank you. ഇനി സമയം ഇനി 4 മിനിറ്റും കൂടി ഉള്ളൂ. 4 മിനിറ്റ് കൊണ്ട് ഇത് ക്ലോസ് ആവും. അതിന്റെ മുന്നേ എന്തെങ്കിലും ചോദിക്കാണ്ടേ ചോദിക്കാം. ഇതൊന്നും അല്ല, ഇതെന്താ പറയുന്നത്, സകല പൊട്ടത്തിലാണെങ്കിൽ you can also say it's a potter things you are told. Unmute, എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക.
പിന്നെ ഇതിനകത്ത് ലാസ്റ്റ് സ്ലൈഡ് കാണിക്കാൻ പറ്റുമോ? ഐ ഹാവ് എ ലാസ്റ്റ് സ്ലൈഡ്. താങ്ക്സ് ഓൾ, എസ്പെഷ്യലി ടു മിസ് ബർജീസ്, ഫാത്തിമ ബർജീസ്. ഫാത്തിമ ബർജീസ് എന്ന വ്യക്തിയാണ് എനിക്ക് പെട്ടെന്ന് ഇത് ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയത്. Thank you. Abhishek. 3 minutes more. നല്ല സെഷൻ ആയിരുന്നു. കുറെ കാര്യങ്ങള് വെൽബീയിങ്ങിന്റെ പില്ലേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ ഹോപ്പ്, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഹോപ്പ് എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യണം, ഹോപ്പ് നമ്മൾക്ക് മെല്ലെ മെല്ലെ എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യണം എന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു തോന്നുന്നു. മെല്ലെ മെല്ലെ എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ ഇതായി ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അല്ല, പിന്നെ ഈ ഹോപ്പും ഗോളുമായിട്ട് എനിക്ക് തോന്നുന്നു നല്ല കണക്റ്റഡ് ആണ്. നമ്മൾക്ക് ഉണ്ടാവുന്ന ഓരോ ഗോളില് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോളും ലോങ് ടേം ആയിട്ടുള്ള ഗോൾസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് തോന്നുന്നു. ഹോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലത് ഇതിനകത്ത് എന്താന്ന് വെച്ചാല് ഹോപ്പും ഗോളും കണക്റ്റഡ് തന്നെയാണ്, ജിജി പറഞ്ഞ കറക്റ്റ്. പക്ഷെ ഹോപ്പ് ഇല്ലാത്ത ഒരാൾക്ക് ഗോൾ ഉണ്ടാവില്ല. ഗോൾ ഉള്ള ആൾക്ക് ഹോപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പറയാനും പറ്റില്ല. അയാൾക്ക് ഗോൾ ഉണ്ട്, ഐ നീഡ് ടു അച്ചീവ് ദിസ്, ബട്ട് അറ്റ് എ പോയിന്റ് ഓഫ് ടൈമില് അയാൾക്ക് ഉണ്ടായിരുന്ന കുറെ കേസസ് ഉണ്ട്. അയാൾക്ക് ഗോൾ ഉണ്ട്, ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട് അയാൾക്ക് ഗുഡ് റിലേഷൻഷിപ്സ്, he had a good income, he had a good health. ഇത് മൂന്നും ഉണ്ട്. ഇപ്പൊ അയാൾക്ക് ഒരു ഗോൾ ഉണ്ട്. ബട്ട് if he had lost any one of this, അയാൾക്ക് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി. ആ സമയത്ത് അയാളുടെ ഹോപ്പ് അവിടെ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഗോൾ അവിടെ ഫെയിൽ ആവും. ഗോൾ ഇല്ലാതെ കൊണ്ട് അപ്പം വി ഷുഡ് ഗോളിൽ കോൺസെൻട്രേറ്റ് ചെയ്തതിനെ കൊണ്ട് ഹോപ്പ് സസ്റ്റൈനബിൾ ആവില്ല. If hope need to be sustainable, we should have a good relationship. Income is also important. ഒരു ഇൻകം ഇല്ലെങ്കിൽ ഗോൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ആൾക്കാർക്ക് നോർമലി ഒരു സിറ്റുവേഷനിൽ അതാ ഞാൻ പറയാൻ ട്രൈ ചെയ്തത്, ഇൻകം ഇല്ലെങ്കിലും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് there is an example. ഇൻകം ഇല്ലെങ്കിലും സർവേ there is example. ഇൻകം ഇല്ലാത്ത പോലെ സർവേ ചെയ്യാൻ പറ്റുക, there are examples. അതുകൊണ്ട് പിന്നെ ഹെൽത്ത്, ഈ ഹെൽത്ത് ലോസ് ആകുമ്പോഴാണ് കുറെ പേർക്ക് ഐ ഹാവ് സോ മെനി. നമ്മുടെ യോഗയിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി തന്നെ ഉണ്ട്, യോഗ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അവർക്ക് അറിയുന്നത് they have a serious